വെൽക്കം ടു പെപ്പ്. കോഗ്നീഷന്റെ കുറേ പോർഷൻസ് നിങ്ങൾ കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇപ്പോൾ ഇതിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത്. ഇറ്റ്സ് ക്രിയേറ്റിവിറ്റി. ഓക്കെ, എന്താണ് ക്രിയേറ്റിവിറ്റി? നിങ്ങൾ ഇൻ്റലിജൻസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? അപ്പോൾ ക്രിയേറ്റിവിറ്റി ഇൻ്റലിജൻസ് ഒന്നാണോ? അല്ലയോ? ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് കുറേ റിസർച്ചേഴ്സ് ഇപ്പം റീസെൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില റിസർച്ചേഴ്സ് പറയുന്നത് ഇൻ്റലിജൻസിൻ്റെ തന്നെ ഒരു പാർട്ടാണ് ക്രിയേറ്റിവിറ്റി എന്നും, ചില റിസർച്ചേഴ്സ് പറയുന്നത് എന്താ, ഇൻ്റലിജൻസും ക്രിയേറ്റിവിറ്റിയും രണ്ട് എൻറ്റിറ്റീസ് ആണ് എന്നാണ് പറയുന്നത്. സോ അപ്പോഴും ഡിബേറ്റബിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണത്. പക്ഷേ നമുക്കിപ്പോൾ പഠിക്കാനുള്ളത് ജസ്റ്റ് വാട്ട് ഈസ് ക്രിയേറ്റിവിറ്റി, അതിൻ്റെ ടൈപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ക്രിയേറ്റിവിറ്റീൻ്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ തന്നെ ഇങ്ങനെ കൊടുക്കാം. Recent researchers have suggested that ഇൻ്റലിജൻസും ക്രിയേറ്റിവിറ്റിയും തമ്മിൽ ബന്ധമുണ്ട്, അസോസിയേഷൻസ് ഉണ്ട്. അതായത് ഇൻ്റലിജൻസ് കൂടുന്ന ആൾക്കാർക്ക് ക്രിയേറ്റിവിറ്റി കൂടുതലാണ്, അങ്ങനെയുള്ള റിസർച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു റിസർച്ച് വായിക്കാതെ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്കോർ ചെയ്യാൻ പറ്റും. സോ വാട്ട് ഈസ് ക്രിയേറ്റീവ് തിങ്കിങ്? ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെൻ്റൽ പ്രോസസ്സാണ്. ഓക്കെ, അത് എന്താണ് അതിൻ്റെ ഒരു എയിം? എന്താണ് ഈ മെൻ്റൽ പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പുതിയ പുതിയ സൊല്യൂഷൻസ്. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഇവൻറ്റ് സംഭവിച്ചു, ഒരു പ്രോബ്ലം സംഭവിച്ചു. അപ്പോൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയത് നോവലായിട്ടുള്ള, അതായത് ഇപ്പോൾ കുറേ ആളുകൾ, ഇപ്പോൾ എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്തു, ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ഒരാൾ മാത്രം എന്ത് ചെയ്തു, ഫുട്ബോൾ ഒരു പുതിയ വേയിൽ പുതിയൊരു രീതിയിൽ എന്ത് ചെയ്തു, ഗോൾ അടിച്ചു. അപ്പോൾ അവിടെ എന്താണ്, ആൾക്ക് നോവൽറ്റി ഉണ്ട് എന്നുള്ളതാണ്. മനസ്സിലായി? അങ്ങനെ ഓരോ കാര്യങ്ങളിലും പുതിയ പുതിയ തോട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതിനാണ് നമ്മൾ ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്രിയേറ്റീവ് തിങ്കിങ് എന്തിലൊക്കെ നമുക്ക് കാണാം? പുതിയ പുതിയ മെഷീൻസിൻ്റെ ഇൻവെൻഷൻസ്, പുതിയ പുതിയ എല്ലാ നോവലായിട്ടുള്ള കാര്യങ്ങൾ, എന്ത് ന്യൂ വന്നിട്ടുണ്ടെങ്കിലും അത് നമുക്ക് ക്രിയേറ്റിവിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി വരുന്നത് ക്രിയേറ്റീവ് തിങ്കിങ്ങിൻ്റെ ഒരു ഫീച്ചർ. എന്തൊക്കെയാണ് ക്രിയേറ്റീവ് തിങ്കിങ്ങിൻ്റെ ഒരു ഫീച്ചർ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഒന്നാമത്തേത് ഇമാജിനേഷൻ. നമ്മൾ തിങ്ക് ചെയ്ത് ഇമാജിൻ ചെയ്ത് നമ്മൾ അങ്ങനെ അത്രയും തോട്ട് ഇലാബറേറ്റ് ചെയ്താലാണ് നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് കിട്ടുക. അതേപോലെ ഒരു പേർപ്പസ് ഉണ്ട്. എന്താണ് പേർപ്പസ്? എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ആയിട്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുക, ക്രിയേറ്റിവിറ്റി വരെ, അല്ലെങ്കിൽ ഒരു പുതിയ ഇൻവെൻഷൻ. അപ്പോൾ ഒരു പേർപ്പസ് അതിനുണ്ട്. പിന്നെ ഒറിജിനാലിറ്റി. ഒറിജിനാലിറ്റി എന്തുകൊണ്ടാണ് വരുന്നത്? അത് ഒറിജിനലാണ്. ഇപ്പോൾ നമ്മൾ AI, ChatGPT ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലേ? പക്ഷേ എന്തുകൊണ്ട് നമുക്ക് ChatGPTന് അത്ര ഭയക്കേണ്ടതില്ല എന്നുള്ള ഒരു പോയിന്റ് ഇല്ലേ? എന്തുകൊണ്ടാണ്? ക്രിയേറ്റീവ് തിങ്കിങ്. ഹ്യൂമൻസിന് മാത്രം പറ്റുന്ന ഒരു എബിലിറ്റിയാണ് എന്ത്, ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ AI യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉള്ളത് എന്താണ്, എക്സിസ്റ്റിംഗ് ഡാറ്റാബേസ് ആണ്. ആ എക്സിസ്റ്റിംഗ് ഡാറ്റാബേസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സോർട്ട് ചെയ്ത് തരാമെന്നുള്ളത് ഒരു സെർച്ച് എഞ്ചിൻ പോലെ. പക്ഷേ ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് ഹ്യൂമൻസിന് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ പിന്നെ ഒരു വാല്യൂ. ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള, അതായത് ഒരു പുതിയ തോട്ടിന് ഭയങ്കര വാല്യൂ ആണ്. അതായത് ഒരു പുതിയൊരു ഐഡിയക്ക്. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഒരു ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂത്തിൻ്റെ ക്രിയേറ്റീവ് തിങ്കിങ് ഒക്കെ ആണ് നമുക്ക് പറയാം. ഓക്കെ, അതേപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഓർഗനൈസിങ് എന്നുള്ളതും അതിൻ്റെ ഒരു ഫീച്ചറാണ്. ഓക്കെ, ഈ ക്രിയേറ്റീവ് തിങ്കിങ് എന്തൊക്കെ ഒരു സ്റ്റേജിലാണ് നടക്കുക, അതാണ് നമ്മൾ സ്റ്റേജസ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. അതായത് ഇത് പെട്ടെന്ന് ഇങ്ങനെ നടക്കുന്നതൊന്നുമല്ല, അതിനൊരു സ്റ്റേജസ് ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. ഓക്കെ, നിങ്ങളിങ്ങനെ ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യാം. അതായത് നിങ്ങൾക്കൊരു എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു പുതിയൊരു വർക്കിംഗ് മോഡൽ വേണം. ആ വർക്കിംഗ് മോഡൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും എന്ത് ചെയ്തു, അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് പ്രോബ്ലം. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, പ്രിപ്പറേഷൻ ചെയ്യും. അതായത് ആ ഒരു വർക്കിംഗ് മോഡൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്, അതായത് അതിനെന്തൊക്കെ മെറ്റീരിയൽസ് വേണം, അതിനെന്തൊക്കെ ഫാക്റ്റ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ട് കണ്ടുപിടിക്കുക. അതായത് ഒരു ഗ്രൂപ്പാണെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും പുതിയ പുതിയ ഐഡിയാസൊക്കെ എന്ത് ചെയ്യും, പറയും. നമുക്ക് ഇങ്ങനെ ചെയ്താലോ, അല്ലെങ്കിൽ നമുക്ക് ഇന്ന മെറ്റീരിയൽസ് ആണ് വേണ്ടത്, ഇതൊക്കെ ഇങ്ങനെ പറയും ഇല്ലേ? ഇതാണ് പ്രിപ്പറേഷൻ സ്റ്റേജ്. നമ്മൾ ഒരുക്കി വെക്കും നമുക്ക് എന്തൊക്കെ വേണം, എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ കളക്ട് ചെയ്ത് വെക്കേണ്ടത് എന്നുള്ളത്. അത് കഴിഞ്ഞാൽ വരുന്നതാണ് ഇൻക്യുബേഷൻ. നമ്മൾ അങ്ങനെ ക്ലാസ്സിൽ നിന്ന് ഇത് ഡിസ്കസ് ചെയ്ത് പിന്നെ നമ്മൾ മുന്നോട്ടേക്ക് പോയി, ഓരോരുത്തർ വീട്ടിൽ പോയി. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഐഡിയ ആളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യാണ്, ശരിക്കും നമ്മൾ പോലും അറിയാതെ ഒരു അൺകോൺഷ്യസ് പ്രോസസ്സ് പോലെ എന്ത് ചെയ്യാണ്, അതിങ്ങനെ നടക്കുകയാണ്. നമ്മളെ ബ്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്.
ആ ഒരു എന്താ പറയുക ഒരു ഇൻക്യുബൻ, അതായത് നമ്മളൊരു പ്രിപ്പറേറ്ററി ഫേസ് എന്നാണ് ഈ ഇൻക്യുബേഷനെ നമ്മൾ പറയാം. ഓക്കെ, ആ സൊല്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട് പിന്നീട്, അതായത് നമുക്ക് ഈ ഒരു നമ്മൾ കുറേ ആലോചിച്ചില്ല, അതിൽ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ മാറ്റി കുറച്ചുകൂടെ ക്ലാരിറ്റി ഒക്കെ വരുന്ന ഒരു സ്റ്റേജാണ് ഈ ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ വരുന്നതാണ് ഇല്യൂമിനേഷൻ. നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ ഇങ്ങനെ ജസ്റ്റ് എല്ലാ കാര്യങ്ങളും മറന്നു, ആ സൊല്യൂഷനൊക്കെ ആ പ്രോബ്ലം ഒക്കെ മറന്നു ഇങ്ങനെ ജസ്റ്റ് നടക്കരുത്, അപ്പോഴേക്ക് പെട്ടെന്ന് യെസ് ബൾബ് കത്തിയെന്ന് പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഐഡിയ വരുന്നില്ലേ, ആ സ്റ്റേജിനെയാണ് നമ്മൾ എന്താ പറയുക ഇല്യൂമിനേഷൻ. ഓക്കെ, ഇല്യൂമിനേഷൻ എന്ന് പറയുന്ന ഒരു ഫ്ലാഷ് ഓഫ് ഐഡിയ, ഒരു ബ്ലിങ്ക് ഓഫ് ഐഡിയ എന്നൊക്കെയാണ് നമ്മൾ പറയുക. ഇത് ആണ് എന്ത് ചെയ്യുന്നത് ആ ഒരു ശരിക്കൊരു സൊല്യൂഷൻ, ഒരു ക്രിയേറ്റിവിറ്റീൻ്റെ ഒരു എന്താ പറയുക പ്രോഡക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇത് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ എന്ത് ചെയ്യും, ഈ വന്നിട്ടുള്ള ഐഡിയനെ നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, ഈ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് ശരിയാവോ, ഇത് ഓക്കെ ആവോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, നോക്കുന്നു. അതിനെയാണ് ഈ വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഇവാലുവേഷൻ, ഇങ്ങനെ 2 പേരിലാണ് ഇതിനറിയപ്പെടുന്നത്. ഓക്കെ, ഇനി വരുന്നത് ബ്രെയിൻ സ്റ്റോമിങ്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രെയിൻ സ്റ്റോമിങ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടൊരു കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പായി ചെയ്യുന്ന സമയത്ത് എല്ലാ ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഐഡിയാസ് ഇങ്ങനെ ഷെയർ ചെയ്യും. അതായത് ഇപ്പോൾ ഒരു ഫെസ്റ്റ് നടക്കാൻ പോവാണ്, അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ട് എന്ത് ചെയ്യും, ഇപ്പോൾ 3rd ഇയേഴ്സ് വന്നിട്ട് നമ്മളോട് പറയും ഇങ്ങനെ ഒരു ഫെസ്റ്റ് നടത്തുന്നുണ്ട്, സോ നിങ്ങൾ ഐഡിയാസ് വേണമെന്ന് പറയും. അപ്പോൾ നിങ്ങൾ എല്ലാ ആളുകളും എന്ത് ചെയ്യുന്നില്ലേ, ആലോചിക്കില്ലേ. അപ്പോൾ അതേപോലെ എന്ത് ചെയ്യുന്നു, ആ നിങ്ങളുടെ ഫെസ്റ്റിന് ഇപ്പം അസോസിയേഷൻ സെക്രട്ടറി ആണെന്ന് വെച്ചു. ആ അസോസിയേഷൻ സെക്രട്ടറി എന്ത് ചെയ്യുന്നു, ബോർഡിൽ എല്ലാവരും പറഞ്ഞ ഐഡിയാസ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യും ഇല്ലേ. ഈ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആരും ജഡ്ജ് ചെയ്യില്ല. കാരണം അവിടെ എന്താണ്, നമ്മൾ പോസിബിൾ നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഇങ്ങനെ ആഡ് ചെയ്ത് അവസാനം അതിൽ നിന്ന് എന്ത് ചെയ്യുക, പിക്ക് ചെയ്യാണ് ചെയ്യുക. ആ ഒരു ഇതിനെയാണ് നമ്മൾ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുക. ഇപ്പോൾ ഒരു കമ്പനിയിലായിക്കോട്ടെ, കമ്പനിയിൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും, ആലോചിക്കും എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കും. ഓക്കെ, ആ ഒരു ഗ്രൂപ്പായിട്ട് എല്ലാവരെയും കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ട് നമ്മൾ കൊടുക്കുന്നതിനെയാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. ഈ ബ്രെയിൻ സ്റ്റോമിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു, ജഡ്ജ് ചെയ്യാൻ പാടില്ല, ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, കാരണം അത് ആ ഒരു പ്രോസസ്സിന് തടസ്സമായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ അത് ആ ഒരു ത്രെഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്തിട്ട് നല്ല നല്ല തോട്ട്സ് വരാം. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു തോട്ട് വന്നു, ഓക്കെ, പിന്നെ നിങ്ങളുടെ ഒരു ഫ്രണ്ട് അതൊന്നും നടക്കാൻ പോണില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ആ ഫ്രണ്ടിനോട് അത് ഷെയർ ചെയ്യാൻ പാടില്ല. മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, ഓക്കെ ഇറ്റ്സ് സംതിങ് ന്യൂ, കൊള്ളാലോ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ നിങ്ങൾ എന്ത് ചെയ്യണം, ഫ്രണ്ടായിട്ട് ആക്സെപ്റ്റ് ചെയ്യണം. ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത് എന്താണ്, ക്രിറ്റിക്കലായിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റും ആ ഒരു സ്റ്റേജിൽ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഇനി ക്രിയേറ്റിവിറ്റി ടെസ്റ്റ്. ഇപ്പം നമുക്കൊക്കെ ക്രിയേറ്റിവിറ്റി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് ഉപയോഗിച്ചിട്ടല്ലേ. നമ്മളെ സൈക്കോളജീനെ ബാക്കിയുള്ള ഫീൽഡിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നത് എന്താ, ഒരു ഫാക്ടർ സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻ്റലിജൻസിൻ്റെ ടെസ്റ്റ് ഉണ്ട്, പേഴ്സണാലിറ്റിക്ക് ടെസ്റ്റ് ഉണ്ട്, അതേപോലെ ക്രിയേറ്റിവിറ്റിക്കും ടെസ്റ്റ് ഉണ്ട്. ക്രിയേറ്റിവിറ്റിക്ക് 2 ടെസ്റ്റുകളാണുള്ളത്. ഒന്ന് ഗിൽഫോർഡ് ടെസ്റ്റ് ഓഫ് ഡൈവേർജൻറ്റ് തിങ്കിങ്, 2 ടോറൻസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. ഇതിനെ നമ്മൾ TTCT എന്നാണ് പറയാം. ഓക്കെ, TTCT. ഇതിൽ ഗിൽഫോർഡ് ടെസ്റ്റ് ഓഫ് ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രോബ്ലം, ഇപ്പോൾ നമുക്ക് എന്തൊരു ബസ് നഷ്ടപ്പെട്ടു, ബസ് മിസ്സായി, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, അടുത്ത ബസ്സിന് വേണ്ടി കാത്തു നിൽക്കാം എന്നുള്ള ഒറ്റ സൊല്യൂഷൻ. അതേ മറിച്ച് നമുക്ക് നടക്കാം, ഓട്ടോ വിളിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കാം. അങ്ങനെ നമ്മൾ കുറേ ഓപ്ഷൻസിനെ തിങ്ക് ചെയ്യും. അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് ഒരൊറ്റ പ്രോബ്ലത്തിന് കുറേ കാര്യങ്ങൾ ചിന്തിക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ഡൈവേർജൻ്റ് എന്ന് പറയുക. ഓക്കെ, ഇങ്ങനെ ഡൈവേഴ്സിഫൈഡ് ചെയ്തിട്ടുള്ള. ഓക്കെ, ഇനി വരുന്നത് റീസണിങ്, ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ്. Inductive reasoning is a method drawing conclusions by going from specific to general. നമ്മളിപ്പോൾ ഒരു കാര്യം റീസൺ ചെയ്യാണ്. റീസണിങ് എന്ന് വെച്ചാൽ എന്താ, വൈ ഇറ്റ് ഹാപ്പൻ, എന്തെങ്കിലും ഒരു കാര്യം നടന്നത് എന്താ അങ്ങനെ നടന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്പെസിഫിക് കാര്യം എടുത്തിട്ട് ജനറലൈസ് ചെയ്യാണ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഇപ്പം വരാൻ ലേറ്റായി, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, സ്പെസിഫൈ ചെയ്തു. ലേറ്റ് ആയത് ബസ് കിട്ടാത്തത് കൊണ്ടായിരിക്കും. കാരണം അവരെന്താണ് ഡെയിലി വരുന്ന ഒരാളാണ്, ഡെയിലി ബസ്സിന് വരുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് സ്പെസിഫിക് ടു ജനറൽ എന്നുള്ള ഒരു കാര്യം വന്നു. പിന്നെ വരുന്നതാണ്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, ഒരു ജനറൽ ഇൻഫർമേഷനിലേക്ക് എത്തി. അതേസമയം ഡിഡക്റ്റീവ് റീസണിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, നേരെ തിരിച്ച്
ജനറൽ ടു സ്പെസിഫിക് ആണ് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു റീസണിങ് നടത്തുക. ഇൻഡക്റ്റീവ്, അതായത് കണ്ടോ, ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്ന സമയത്ത് ജനറൽ ടു സ്പെസിഫിക്, അതേപോലെ ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് വെച്ചാൽ സ്പെസിഫിക് ടു ജനറൽ. ഇത്രയാണ് ക്രിയേറ്റിവിറ്റിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്തൊക്കെയാണ് സ്റ്റേജസ് ഓഫ് ക്രിയേറ്റിവിറ്റി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു മെൻ്റൽ പ്രോസസ്സാണ്. അതിൽ പുതിയ ഐഡിയാസും പുതിയ തിങ്കിങ്ങും പുതിയ സൊല്യൂഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത് എന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീസെൻറ്റ് റിസർച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്, അതായത് ക്രിയേറ്റിവിറ്റിയും ഇൻ്റലിജൻസും എന്താണ് റിലേറ്റഡ് ആണോ, അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റീൻ്റെ പാർട്ടാണോ ഇൻ്റലിജൻസ്, അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ആണോ ക്രിയേറ്റിവിറ്റി, ഇങ്ങനെ റിസർച്ചേഴ്സൊക്കെ നടന്ന് വരുന്നുണ്ട് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഇടാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് എഴുതാം, സ്റ്റേജസ് ഓഫ് ക്രിയേറ്റിവിറ്റി എഴുതാം. അതിൽ നിങ്ങൾ എന്തൊക്കെ എഴുതും, പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, ഇല്ലുമിനേഷൻ, വെരിഫിക്കേഷൻ, റൈറ്റ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് എഴുതാം, ടെസ്റ്റ് ഫോർ ക്രിയേറ്റിവിറ്റി എഴുതാം. അതിൽ എന്തൊക്കെ എഴുതും, നിങ്ങൾ TTCTയും പിന്നെ ഗിൽഫോർഡ്സ് ഡൈവേർജൻറ്റ് തിങ്കിങ് ടെസ്റ്റ്. ഓക്കെ, ഈ 2 കാര്യങ്ങൾ എഴുതും. പിന്നെ നിങ്ങൾ റീസണിങ്ങിനെ പറ്റി ഡിഫൈൻ ചെയ്യുന്നു, ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചർ തന്നെ വരച്ചാൽ ധാരാളം. അതായത് ഡിഡക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ ടു സ്പെസിഫിക്, ഇൻഡക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് ടു ജനറൽ. ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. ഓൾ ദി ബെസ്റ്റ്.